ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ ഇവിടെ എൻ്റെ പിറകിലുണ്ട്. 3 സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മുഖത്തും തലയിലുമൊക്കെ തേച്ച് നമ്മൾ ഇന്നൊന്നും മിനുങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമ്മൾ തേക്കാൻ പോകുന്ന സാധനം ഒരു പച്ച കളർ വെള്ളമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് മറ്റേ പാനിപൂരിയിൽ ഒഴിക്കുന്ന സിറപ്പാണ്. അതുപോലെ നമ്മൾ തലയിൽ തേക്കുന്ന സാധനമാണ്. ഒന്നേ ഒന്ന് തന്നെ തേക്കാൻ, ബാക്കിയൊക്കെ മുഖത്ത് തേക്കാനാണ്. അപ്പോൾ അത് തേക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് നമ്മളെ അലോവേറ ജെല്ലുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചതോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പിച്ചിയതോ ആയാലും മതി. എന്നിട്ട് കുറച്ച് കറിവേപ്പില മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ, തലയിൽ പുരട്ടുന്നതോ അല്ലെങ്കിൽ അല്ലാത്ത എണ്ണയോ മതി. കുറച്ചൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സിയിട്ടൊന്ന് മിക്സ് വെൽ ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുത്ത വെള്ളമാണ് കേസ് ഇത്. ഇപ്പം തൊടുന്നില്ല. മുടിയുടെ ഉടക്കൊക്കെ ഒന്ന് അടിക്കിട്ട് വേണം അതൊക്കെ ഒന്ന് തേക്കാൻ. നമുക്ക് ഉടക്കെടുത്തിട്ട് അങ്ങനെ കേസ് മുടിയൊക്കെ ഉടക്കൊക്കെ എടുത്തു. നല്ല മുടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തേച്ച് കൊടുക്കാം. നല്ല മുടിയായിട്ടുണ്ട്. തേച്ചിൻ്റെ ഗെസ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ തോനെയൊന്നുമില്ല. ഹെയർ ഗ്രോത്തും ഹെയർ നല്ല തിക്കും സ്ട്രോങ്ങും ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. ഓരോരോ ഇതായിട്ട് സ്കാൽപ്പിൽ വേണം ഇതൊന്ന് തേച്ച് കൊടുക്കണം. ഇത് അത്ര വെള്ളമൊന്നുമല്ല, കുറച്ച് തിക്നെസ് ഉണ്ട് കേട്ടോ. കുറച്ച് തിക്നെസ് ഒക്കെ ഉണ്ട്. ഓയിലും കൂടെ ഒഴിച്ചുകൊണ്ടാണ് കുറച്ച് തിക്നെസ് വരുന്നത്. ഇത് ഞാൻ എവിടെ നിന്നും കണ്ടതല്ല, എൻ്റെ സ്വന്തം ഒരു ഇതാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നുന്നത്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ലാസ്റ്റ് റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. മുടി കുനിച്ചിട്ട് അങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ടൊക്കെ ഇതൊന്ന് തേച്ച് കൊടുക്കണം. നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ലതുപോലെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴ പെയ്ത് തോന്നരുതാണ്. പെയ്ത് തോന്നും. അപ്പം മഴ പെയ്തൊക്കെ ഒന്ന് തോന്നി നിൽക്കുന്നൊരു കാലാവസ്ഥയും കൂടെയാണ് ഇപ്പം. ഞാനെന്ത് പൊളിക്കും. വിഷയത്തിൽ നിന്ന് തെന്നി മാറി. നമ്മൾ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. എന്തായാലും ഞാൻ ഒന്ന് മുത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. അങ്ങനെ എന്താ നമ്മൾ മുത്തൊന്ന് തേച്ച് കൊടുത്തു. ഉപ്പിനൊക്കെ കുറച്ച് പറ്റി തേച്ച് കൊടുത്തു. ഇനി നമുക്ക് സൈസുള്ള സാധനങ്ങളാണ് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി തലയിലൊന്നുമില്ല പ്രത്യേകിച്ച്. നമുക്കിനി ഇതൊന്ന് ഇട്ട് കൊടുക്കാതിരിക്കുന്ന കൂടിയുണ്ടോ. ഇപ്പം തന്നെ മൊത്തം ഫ്രണ്ട് അതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുഖമൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ മുഖമൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്തു. അപ്പോൾ ഇപ്പം നിങ്ങളെൻ്റെ ഫേസ് ഒന്ന് നോക്കി വെച്ചോട്ടോ. ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ ഒരു കളറ്. നല്ല ഡ്രൈ ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു സ്ക്രബ് പോലത്തെ ഒരു സാധനമാണ് തേക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് റൈസ് ഫ്ലവർ എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ബ്രൂ ഇട്ടു. പിന്നെ മിൽക്കും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തു ഗൈസ്. ബ്രൂവിൻ്റെ സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ഇതാണ് നല്ലതാണ് ഗൈസ്. ഇതിപ്പോൾ നോക്കിക്കോണേ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ പാത്രത്തിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ വരും.
ഒരിതില്ലാത്ത രീതിയിലുണ്ട്. പക്ഷേ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് മെൽറ്റഡായി പോയിട്ടുണ്ടോ നല്ല രസമാണ്, തിന്നാനൊക്കെ തോന്നും ഗൈസ്. അപ്പോൾ ഇത് നമുക്കിനി മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇതൊരു സ്ക്രബാണ്, ഫേസ് പാക്കാണോ എന്ന് ചോദിച്ചാൽ ഫേസ് പാക്ക്. തേച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മെൽറ്റായിട്ട് വരുന്നുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇതിനി ഒന്ന് ഒരു 15 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല ഉണങ്ങി വരും, നല്ല നമ്മളെ ഫേസിലൊന്ന് പിടിക്കും. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം. പോവും കുടിച്ചത്. അങ്ങനെ ഗൈസ് അതെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട് അത്യാവശ്യം. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്യാം. അങ്ങനെ ഗൈസ് കഴുകിയിട്ടുണ്ട്, കഴുകി തുടച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്, ബ്രൈറ്റ്നസ്സും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സാധനം തേക്കാൻ വേണ്ടിയിട്ട് പോവാം. നെക്സ്റ്റ് സാധനം തേക്കുന്നത് ഇതാണ്. നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഈ ഒരു സാധനം നമ്മൾ തേക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് കസ്കസ് എടുക്കണം, എന്നിട്ട് അത് വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ടിട്ട് എന്തായിട്ട് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലോ വെള്ളമോ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തും ഗായ്സ്. കൊറിയൻ ഫേസ് മാസ്ക് ആണ്. ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് ഒന്ന് 15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കാണാം. കുറച്ച് നേരം ആയി, ഇത് ഒട്ടിപ്പൊന്ന് പിടിക്കത്തില്ല. അങ്ങനെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യാം ഇട്ട് വരാം ഗൈസ്. വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് നോക്കാം. നല്ല ഗ്ലോയിലി ആയിട്ടുണ്ട് കഴിവനി. അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് ഉണക്കട്ടെ. അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ നമ്മൾ തുടച്ചാലേ പോകത്തുള്ളൂ. മുടിയിലൊക്കെ പറ്റിയിട്ടുണ്ട്, തുടച്ചാലേ പോകത്തുള്ളൂ. അപ്പോൾ ഗൈസ് എനിക്കൊരു നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഇത് തേച്ചിട്ടൊക്കെ കിട്ടിയിരുന്നത്. രണ്ടും തന്നെ തേക്കണം, എങ്കിലേ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടും. അപ്പോൾ അത് നല്ല റിസൾട്ടാണ് എനിക്കും ഈ ഫേസ് പാക്കിൽ തോന്നിയിരിക്കുന്നത്. നല്ല സോഫ്റ്റും ഉണ്ട് ഫേസിന്. അപ്പോൾ എനിക്ക് നല്ല ഗ്ലോയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നിട്ടില്ല, ഇനി നമുക്ക് റിബണും കഴിക്കാം. അപ്പോൾ ഇനി മുടിയുടെ കാര്യം ഇനി ഒന്ന് കുളിക്കണം. കുളിച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്കും കൂടെ വേണ്ട കാണിച്ചു തരാം. അപ്പോൾ തലയിൽ സാധനമൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഷാമ്പു ഇട്ടൊന്ന് കുളിക്കണം തലയൊക്കെ. അപ്പോൾ നമുക്ക് പോയി കുടിച്ചിട്ട് വന്നിട്ട് കാണാം ഗൈസ്. കുടിച്ചിട്ട് ഞാൻ എന്താ വന്നിട്ടുണ്ട്. അപ്പോൾ മുടിയുടെയൊക്കെ ഒരു അവസ്ഥ ഇതാണ്. ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. തല നല്ല റിഫ്രഷ് ആയി അത് തേച്ചപ്പം. പിന്നെ ഷാമ്പൂ ഇട്ടതിൻ്റെ നല്ല സ്മെല്ലുണ്ട്, നല്ല മണമാണ് ഷാമ്പൂവിന്. അപ്പോൾ ഇനി മുടി ഉണങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രസമായിരിക്കും, നല്ല സിൽക്കായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് മുഖത്തിൻ്റെ കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി. നല്ല രസമാണ്, നല്ല ഗ്ലോയിലി നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.